ഹായ് കൂട്ടുകാരെ, ഇലമംഗലം എന്ന മരമാണിത്. എടണ എന്നും ഇത് അറിയപ്പെടുന്നു, ബേ ലീഫ് എന്നും അറിയപ്പെടുന്നു. ഇതിൻ്റെ ഇല കൊണ്ടുള്ള ഒരു ഔഷധ ഗുണമുള്ള അടയാണ് ഞാൻ ഉണ്ടാക്കി പരിചയപ്പെടുത്തുന്നത്. ഇതേപോലെ 3-4 മരങ്ങൾ എൻ്റെ തൊടിയിൽ ഉണ്ട്. അട ഉണ്ടാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ: ഇലമംഗലത്തിൻ്റെ ഇല 25 എണ്ണമാണ് ഞാൻ പറിച്ചു വെച്ചിട്ടുള്ളത്. ഒരു വലിയ നാളികേരം ചെറുതാക്കി ചിരവി എടുത്തിട്ടുണ്ട്. ഈ ഒരു കപ്പളവിൽ 2 കപ്പ് പച്ചരി പൊടിയാണ് എടുത്തിട്ടുള്ളത്. അരിപ്പൊടി. അരി കഴുകി കുതിർത്ത് പൊടിച്ചെടുക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ കടയിൽ നിന്നും വാങ്ങുന്ന അരിപ്പൊടിയും നല്ലതാണ്. 10 അച്ച് ശർക്കര ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇത് കല്ലൊക്കെ കളഞ്ഞിട്ടാണ് ഞാൻ ഉരുക്കിയെടുത്തിട്ടുള്ളത്. മധുരം നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. വൻപയറാണ് ഇവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളത്. അരമണിക്കൂർ വെള്ളത്തിലിട്ട ശേഷം നമുക്ക് വേവിച്ചെടുക്കാം. 4 വിസിലടിക്കാം കുക്കറിൽ. ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു ഔഷധ ഗുണമുള്ള അടയ്ക്ക് വേണ്ടത്. കൂടാതെ ഞാൻ ഈ ഒരു വൻപയർ വേവിച്ചെടുക്കുമ്പോൾ ഒരു 4 ഏലക്കായ കൂടി ഈ പയറിലിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. 1/2 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഈ അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഒരു 4 തുള്ളി വെളിച്ചെണ്ണ കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് വെള്ളം ഒഴിച്ചത് നല്ലപോലെ കുഴിച്ചെടുക്കണം. വെള്ളം ഏറരുത്, വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ചപ്പാത്തിക്ക് കുഴിച്ചെടുക്കുന്നത് പോലെ നമുക്കിത് കുഴിച്ചെടുക്കാം. ഇലകളെല്ലാം തന്നെ ഞാൻ വെളിച്ചെണ്ണ തൊട്ട് പുരട്ടുക എന്ന് പറയില്ലേ, ഒന്നിങ്ങനെ പുരട്ടി കൊടുത്തിട്ടേ ഉള്ളൂ ഈ ഒരു സംഭവം വെച്ചിട്ട്. നിങ്ങൾക്ക് കോട്ടൻ്റെ ചെറിയ തുണി കഷ്ണം ഇട്ടിട്ട് ചെയ്യുകയും ചെയ്യാം. ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. വല്ലാതെ എണ്ണ തേക്കരുത്, നമുക്ക് പരത്താൻ കിട്ടില്ല, അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കൂട്ട് തയ്യാറാക്കാം. നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് ഞാനിത് കുഴച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലൊന്നും ഒട്ടിപ്പിടിക്കില്ല എവിടെയും മാവ്. അത് മാത്രമല്ല, ഒരു തുള്ളി വെളിച്ചെണ്ണ തൂവി കൊടുത്തതുകൊണ്ട് അത് നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ നല്ല സ്മൂത്താവണം, എന്നാലേ നമുക്ക് പരത്തിയാൽ കിട്ടുള്ളൂ. ഇത് പണ്ടൊക്കെ പുഴുങ്ങലരി വെച്ചിട്ടാണ് ചെയ്യാറ്. പുഴുങ്ങലരി വെള്ളത്തിലിട്ട് കുതിർത്ത് ആട്ടുകല്ലിൽ അരച്ചെടുത്തിട്ടൊക്കെയാണ് എൻ്റെ ചെറുപ്പകാലത്ത് അമ്മ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അത് ഈ ഇല വെച്ചിട്ടല്ല, ഒന്നോ വാഴയുടെ ഇല അല്ലെങ്കിൽ പ്ലാഷിൻ്റെ ഇല വെച്ചിട്ടാണ് അമ്മ ചെയ്യാറ്. അപ്പം എന്തായാലും ഈ ഇലയ്ക്ക് നല്ലൊരു ഔഷധ ഗുണമുള്ളത് കൊണ്ട് നമുക്കിതിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് കൂട്ട് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രം, ഒരു അലുമിനിയത്തിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ ചിരവി എടുത്ത നാളികേരം ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഞാനിതിലേക്ക് ശർക്കര പാനിയാണ് ഒഴിക്കുന്നത്. ഇത് മുഴുവനൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഈ നാളികേരത്തിന് വെള്ളം ഏറാൻ പാടില്ല. ഇലയിൽ നമ്മൾ ഇടുമ്പോൾ ഒഴുകിപ്പോവും. അപ്പം നമ്മൾ ആവശ്യത്തിനുള്ളത് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഒരു 20 അച്ചോളം ഉരുക്കിയെടുത്തിട്ടുണ്ട്. കാരണം എനിക്കത് പിന്നെയും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്, ചായയിലും ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങളൊരു 10 അച്ചിൻ്റെ കുറുക്കിയെടുത്തിട്ടുള്ള ഈ പാനി ഇതിലേക്ക് മതിയാവും. കണ്ടോ? അപ്പോൾ ഇത് പാകമാണ്. നല്ലപോലെ ഇളക്കി കൊടുക്കാം. ശർക്കര പാനി ചൂടാറണമെന്നൊന്നുമില്ല, ആറിയിട്ടും ഉപയോഗിക്കാം. കൂടുതൽ തണുത്ത് കഴിഞ്ഞാൽ അത് കട്ട പിടിക്കും ശർക്കര പാനി. ഇളം ചൂടാണ് ഏറ്റവും നല്ലത്. വേവിച്ചെടുത്ത വൻപയറിനെ നമ്മൾ ഇങ്ങനെ ഒരു ഓട്ടപാത്രത്തിലേക്ക് കൊട്ടി ഇതിൻ്റെ വെള്ളം മുഴുവൻ ഊറ്റിക്കളയണം. അപ്പം ഇത് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇത്ര വേവണം. ഇതിനെ നമുക്ക് ഈ ഒരു കൂട്ടിലേക്ക് ചേർത്തി കൊടുക്കാം. ഈ ഒരു കൂട്ട് നമുക്ക് നല്ലപോലെ ഈ നാളികേരത്തിൻ്റെ കൂടെ ഇളക്കി കൊടുക്കണം. ഇതിനിപ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട്, നമ്മൾ ഏലക്കായൊക്കെ ചേർത്തിയതുകൊണ്ട്. ഇത് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഈ ഒരു സംഭവം റെഡിയാകുമ്പോഴേക്ക് തന്നെ ഞങ്ങൾ തീറ്റ തുടങ്ങും. കാരണം ഇതിന് തന്നെ ഭയങ്കര ടേസ്റ്റാണ്. ഇത് ഞങ്ങൾ ഓരോ വാഴയിലയിൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ടുപോയിട്ട് ഞങ്ങൾ കുട്ടികളൊക്കെ കൂടി തിന്നും. ഇനി നമ്മുടെ കൂട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. അട പരത്തിയെടുക്കാം. കുഴച്ച് എടുത്തിട്ടുള്ള മാവിനെ ഞാൻ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഒരേ വലിപ്പം വേണമെന്നില്ല. ചില ഇലകൾ വലുതാണ്, ചില ഇലകൾ ചെറുതാണ്. അപ്പോൾ ഞാൻ ആദ്യത്തെ ഇല എടുത്തു.
ഇനി ഞാനിത് ഇവിടെ വെച്ചാണ് പരത്താൻ തുടങ്ങുക. ഈ അറ്റത്ത് വെച്ച ശേഷം നമ്മുടെ 3 വിരൽ ഉപയോഗിച്ച് ഇങ്ങനെ നീക്കി കൊടുക്കണം. അപ്പോൾ കുറച്ച് പച്ചവെള്ളം അടുത്ത് വെക്കണം. ഇതിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ അതിൽ നമ്മുടെ വിരൽ മുക്കിയ ശേഷം നമുക്കിത് പരത്തിയെടുക്കാം. എല്ലാ അടയും നമുക്ക് പരത്തിയെടുക്കാം. അടകളെല്ലാം തന്നെ ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ, കഴിക്കാനും നല്ല രുചിയാണ്. ഇനി ഇതിലേക്ക് നമ്മുടെ കൂട്ട് ചേർത്തി കൊടുക്കാം. ഈ ഒരു കൂട്ട് ഞാൻ ഇങ്ങനെ ഓരോ അടയുടെയും ഏകദേശം മധ്യഭാഗം വരെ ഇങ്ങനെ പരത്തി കൊടുക്കുകയാണ്. ഇതിലൊട്ടും വെള്ളമില്ല. ആ രീതിക്ക് വേണം ഇത് തയ്യാറെടുക്കാൻ. ഈ ഒരു ഇലയുടെ ഔഷധ ഗുണം എന്ന് പറഞ്ഞാൽ അകാല നര തടയും. അതുപോലെ തന്നെ ശരീരം മെലിയാനൊക്കെ ആളുകൾ ഇതിൻ്റെ ഇല ഉപയോഗിക്കുന്നുണ്ട്, ഉണക്കി പൊടിച്ച് ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ ഇലകളിലും ഞാൻ ഈ കൂട്ട് വെച്ച് കൊടുത്തിരിക്കുകയാണ്. കടല അതുപോലെ ചെറുപയറൊക്കെ വെച്ചും ഇത് ചെയ്യാം. ഈ ഒരു ധാന്യങ്ങൾ ഇല്ലാതെയും വെറും നാളികേരവും ശർക്കര ഉപയോഗിച്ചും ചെയ്യാം. കുട്ടികൾക്ക് ധാന്യം നല്ലതല്ലേ, അതുകൊണ്ടാണ് ഇത് കൂടി ഇതിൻ്റെ ഉള്ളിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അവരത് കഴിക്കുമ്പോൾ അതിൻ്റെ ഗുണം കൂടി അവർക്ക് ലഭിക്കുമല്ലോ. അപ്പോൾ ഇതിനി നമുക്ക് മടക്കി വേവിച്ചെടുക്കാം. മടക്കുക എന്ന് പറഞ്ഞാൽ ഒരു തലയ്ക്കൊന്ന് ഇങ്ങനെ ഒറ്റ മടക്കൽ, എന്നിട്ടിങ്ങനെ അമർത്തി കൊടുക്കുക. നമുക്ക് ഇഡ്ഡലിച്ചെമ്പിൽ വേവിച്ചെടുക്കാം. ഇഡ്ഡലിച്ചെമ്പിൽ നമ്മൾ ഇങ്ങനെ വെള്ളം എടുത്ത ശേഷം ഏറ്റവും താഴത്തെ തട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഈ തട്ടിലാണ് നമ്മളിങ്ങനെ ഓരോ അടയായി വെച്ച് കൊടുക്കുന്നത്. ഏകദേശം പകുതി അടയോളം ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ അടുപ്പത്താണ് വേവിച്ചെടുക്കുന്നത്. നല്ലപോലെ വേവണം, അല്ലെങ്കിൽ ഈ മാവ് ഇങ്ങനെ ഒലിച്ചിറങ്ങും. ബാക്കിയുള്ളതും കൂടി ഇങ്ങനെ ഒരു പരന്ന പ്ലേറ്റിലേക്ക് നമുക്ക് മടക്കി വെക്കാം. ഇത് നിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഉറുമ്പുകളൊക്കെ വരും. ഒരു പ്രാവശ്യം വെന്ത് ഇങ്ങോട്ട് വാങ്ങിയെടുത്ത ശേഷം ഇതും കൂടി നമുക്ക് 2ാം ട്രിപ്പ് വേവിച്ചെടുക്കാം. 15 മിനിറ്റായി ഞാനിത് അടുപ്പത്ത് വെച്ചിട്ട്. നല്ല മണമാണ് വരുന്നത്. ഇത് ഞാൻ ആയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നത് ഈ ഒരു ഇല ഇങ്ങനെ മറിച്ച് നോക്കുമ്പോഴാണ്. ഇതാണ് അതിൻ്റെ പാകം. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വാങ്ങിയെടുത്തിട്ട് ബാക്കിയുള്ളതും കൂടി ഇതേപോലെ 15 മിനിറ്റോളം വേവിച്ചെടുക്കാം. അടുപ്പത്താകുമ്പോൾ അതിന് നല്ല ടേസ്റ്റും ഉണ്ടായിരിക്കും. മാത്രമല്ല വേഗം വെന്ത് കിട്ടും. എല്ലാ അടയും ഒരുപോലെ വെന്ത് കിട്ടും. വെന്ത അട ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടി വേവിച്ചെടുക്കണം.